പൂവത്തെങ്കിലെ ജോസച്ചൻ പറഞ്ഞൊരു വാചകം, പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ്മ പ്രഥമൻ തിരുമേനി അദ്ദേഹം ജോസഫ് മാർ പക്കോമിയസ് തിരുമേനിയെക്കുറിച്ച് എഴുതി വിശ്വസ്തൻ എന്ന്. പക്കോമിയസ് തിരുമേനി വട്ടക്കുന്നേ ബാബായുടെ പ്രതീക്ഷയായിരുന്നു. അതെന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. പരിശുദ്ധനായ ഗീവർഗീസ് തിതിയൻ ബാവ അദ്ദേഹത്തെ വൈദിക പദവിയിലേക്ക് കൊണ്ടുവന്നു. ഔഗൻ ബാവ തിരുമേനി മെത്രാപ്പോലീത്തയാക്കി. എന്തൊരു അനുഗ്രഹീതമായ കൈവപ്പുകൾ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിക്ക് കിട്ടി. കാതോലിക്കയുടെ അസിസ്റ്റൻ്റായി, മലങ്കര മെത്രാപ്പോലീത്തയുടെ അസിസ്റ്റൻ്റായി, സുനഹദോസിൻ്റെ സെക്രട്ടറിയായി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ വൈസ് പ്രസിഡൻ്റായി. എന്തെന്ത് ചുമതലകൾ പക്കോമിയസ് തിരുമേനി നിർവഹിച്ചു. പക്കോമിയസ് തിരുമേനി കോട്ടയം കേന്ദ്രീകരിച്ച് വട്ടക്കുന്നേ ബാബായുടെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുതേ, ബാബായുടെ ആള് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നമാണ്. എവിടെയെങ്കിലും വെട്ടിക്കൽ ഡയറായിലോ പഴയ സെമിനാരിയിലോ പരിമലയിലോ ദേവലോകത്തോ ഒരച്ഛനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ ഗതികേടാണ്. പൊങ്കാലയിടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ആരാണ് ബാബായുടെ ആള്? അവിടെയാണ് വട്ടക്കുന്നേ ബാബ തിരുമേനി ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിയെ കുറിച്ച് വിശ്വസ്തൻ എന്നെഴുതിയതിൻ്റെ അർത്ഥം. മലങ്കര സഭയുടെ പരമാധ്യക്ഷന്മാർ ഒരാളെ വിശ്വസ്തൻ എന്ന് കാണുന്നുവെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എല്ലാ തരത്തിലും തിരുമേനിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു എന്നത് ഇവിടെ ഇപ്പം ഇരിക്കുന്നതിൽ ചില മനുഷ്യർക്കറിയാം. ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനി, ജോസഫ് മാർ പക്കോമിയസ് തിരുമേനിയുടെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഗജ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ വട്ടക്കുന്നേ തിരുമേനി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. അതിനൊരു കാരണമുണ്ട്. കാരണം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന്റെ പ്രതീക്ഷയായിരുന്നു പക്കോമിയസ് തിരുമേനി. വിശ്വസ്തതയുടെ പൂർണ്ണ രൂപമായി അദ്ദേഹം നിലകൊണ്ടു. 3 കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് വട്ടക്കുന്നേ ബാബ തിരുമേനിയെ സംബന്ധിച്ച് ആരാധനാ കാര്യങ്ങളിലെ താല്പര്യം അത് പക്കോമിയസ് തിരുമേനിയിൽ പൂർണ്ണമായി ഉണ്ടെന്ന് വട്ടക്കുന്നേ ബാബയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഒരാളെ ഒരു കാര്യം ചുമതലപ്പെടുത്തുന്നുവെങ്കിൽ മണ്ടനായിട്ടല്ല, മണിയടികാരനായിട്ടല്ല, മറിച്ച് വിശ്വസ്തൻ. ഏത് കാര്യത്തിൽ? ഒന്നാമത് ആരാധനാ കാര്യത്തിൽ. അതിരാവിലെ എഴുന്നേറ്റ് പടക്കം വിടുന്നത് കാണുന്നതല്ല ആധ്യാത്മികത, മറിച്ച് സഭയുടെ നിഷ്ഠപ്രകാരം ക്രമമായി ആരാധന നടത്തുകയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ക്രമമായി ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആരാധനപരമായി വിശ്വസ്തനാണ്. ആ ആരാധനാപരമായ വിശ്വസ്തത ജോസഫ് മാർ പക്കോമിയസ് തിരുമേനിയുടെ പൗരോഹിത്യ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ദീർഘകാലം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ അദ്ദേഹം വികാരിയായിരുന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗങ്ങളും അതുപോലെ തന്നെ തിരുമേനിയും ആ പരസ്പര ബന്ധം എത്ര ഭയങ്കരം. അതിൻ്റെ അടിസ്ഥാനം ആരാധനയിലെ വിശ്വസ്തതയായിരുന്നു. രണ്ടാമത്തെ വിശ്വസ്തത വിശ്വാസ കാര്യങ്ങളിലെ വിശ്വസ്തതയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. സഭ എന്താണ്? സഭയുടെ വേദശാസ്ത്ര ദർശനം എന്താണ്? എന്നത് പഠിപ്പിക്കണം, എന്നത് പഠിപ്പിക്കണ്ട എന്ന ബോധ്യം, സത്യത്തിൽ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വിശ്വാസകാര്യത്തിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനമാണ് പക്കോമിയസ് തിരുമേനിയിൽ നിഴലിച്ചത്. അതുകൊണ്ടാണ് മലങ്കര സഭ മാസികയിൽ തിരുമേനി ക്രമമായി ലേഖനങ്ങൾ എഴുതുമായിരുന്നു. തിരുമേനിയുടെ 2 പുസ്തകങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് മുറിമറ്റത്തിൽ ബാവ തിരുമേനിയെക്കുറിച്ചുള്ള ജീവചരിത്രപരമായ ഗ്രന്ഥമാണ്. അവിടെയാണ് കോലഞ്ചേരി പള്ളിയിൽ 7-ാം മാർത്തോമയെ കബറടക്കം ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സഭയുടെ ആരാധന പാരമ്പര്യത്തെക്കുറിച്ച് അഭിവന്യ സേവ്യറിയസ് തിരുമേനി കഴിഞ്ഞ് ആരാധനാ കാര്യങ്ങളും കൗദാശിക ക്രമീകരണങ്ങളും അതിൻ്റെ റൂബ്രിക്സുകളും ക്രമവും ഒക്കെ
കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. കാരണം സഭയുടെ വേദശാസ്ത്ര ദർശനത്തിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. മൂന്നാമത്, അഭിവന്യ തിരുമേനിയുടെ വിശ്വസ്തത മലങ്കര സഭയിലെ ജനങ്ങളോടായിരുന്നു. വടക്കൻ പ്രദേശങ്ങളിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും, സ്വന്തം അമ്മയുടെ കബറടക്കത്തിന് പോലും പള്ളിമുറ്റത്ത് കാലുകുത്താൻ ഒരു വൈദികന് സാധിക്കാത്ത സാഹചര്യം. ഇന്ന് സമാധാനം പ്രാവിങ്ങനെ പൊങ്ങി പറക്കുകയാണ്. എന്നാൽ ഒരു 30 വർഷം മുമ്പ് അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും പലരുടെയും സ്മരണകളിൽ നിന്ന് മാറുകയാണ്. സ്വന്തം അമ്മയെ കബറടക്കാൻ സാധിക്കാത്ത വന്യനായ പോരുനോൽപ്പാനച്ചൻ്റെ കബറടക്കത്തിന് ഞങ്ങൾ വൈദിക സെമിനാരിൽ നിന്ന് വന്നതാണ്. കാർക്കിച്ചു തുപ്പിയതും കൂവിയതുമൊക്കെ സാഹോദര്യത്തിൻ്റെ ഭാഷയിൽ ക്ഷമിക്കുന്നു. അതാണ് സത്യം. എന്നാൽ ഓർക്കണം, ഇതിൻ്റെ നടുവിൽ ഈ ജനം നഷ്ടപ്പെടരുത് എന്ന ബോധ്യം പക്വമ്യൂസ് തിരുമേനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വടക്കൻ പ്രദേശങ്ങളിൽ കാതോലിക്കേറ്റ് സെന്ററുകൾ ഉയർന്നത്. ആ കാതോലിക്കേറ്റ് സെന്ററുകളാണ് പ്രതിസന്ധിയുടെ നടുവിലും മലങ്കര സഭയിലെ വടക്കൻ പ്രദേശത്തെ ആളുകളെ പിടിച്ചു നിർത്തിയത്. എത്രമാത്രം ക്രാന്തദർശിയായിരുന്നു തിരുമേനി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാനിയേലിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത് മഹാകഷ്ടകാലത്തിന് ഒരന്ത്യമുണ്ട്. ആ അന്ത്യത്തിന് ശേഷം വാങ്ങിപ്പോയവർ പോലും പ്രകാശത്തിൽ മഹത്വത്തിൽ ഉയർത്തെഴുന്നേക്കും. പഴയ നിയമത്തിൽ തന്നെ വിശ്വാസ സമൂഹത്തിന്റെ ഉയർപ്പും നിത്യതയിലെ ജീവിതവും പ്രതിപാദിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകമാണ്. 12-ാം അധ്യായം 3-ാം വാക്യം. സത്യത്തിൽ വാങ്ങിപ്പോയ വിശുദ്ധ ഇടയന്മാരെ ഓർക്കുമ്പോൾ ഈ വാക്യം വളരെ അന്വർത്ഥമാണ്. അവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് കൊണ്ടുവന്ന നക്ഷത്രം പോലെയും, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലും ഈ സഭയുടെ വിശ്വാസ ജീവിതത്തിൻ്റെയും ആരാധനാ ജീവിതത്തിൻ്റെയും സഭയുടെ സ്വയശീർഷകത്തിൻ്റെയും നീതിബോധത്തിലേക്ക് മലങ്കര സഭയെ നയിച്ച പുണ്യവാനായ പിതാവ്, അദ്ദേഹം സ്ഥാപിക്കപ്പെട്ട കാതോലിക്കേറ്റ് സെന്ററുകൾ ഇന്ന് മലങ്കര സഭയിൽ വടക്കൻ പ്രദേശത്തെ വിശ്വാസികളുടെ അത്താണിയായി തീർന്നു. വിവിധ പട്ടംകൊടകളിൽ, പൊതുവായ ശുശ്രൂഷകളിൽ ആ ശബ്ദം എത്ര മനോഹരം! അത് പൂവത്തുങ്കൽ ജോസച്ചൻ പറഞ്ഞതുപോലെ അന്ധകാരത്തിൻ്റെ നടുവിലെ മിന്നലായിരുന്നു. ആ മിന്നൽ കെടുകയില്ല. കെടുത്തരുതേ, കെടാതെ സൂക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.